അപകട ഭീഷണി ഉയർത്തി കോഴിക്കോട് ബേപ്പൂരിലെ ചരിത്ര സ്തൂപം. ബേപ്പൂർ തുറമുഖ പാതയിലെ 42 വർഷം പഴക്കമുള്ള സ്തൂപമാണ് അപകടാവസ്ഥയിലായിരിക്കുന്നത്. സ്തൂപത്തിന് താഴെയുള്ള ഇരിപ്പിടങ്ങളിൽ നിരവധി ആളുകളാണ് ദിവസവും ഒത്തുകൂടുന്നത്. 1982 അന്നത്തെ മുഖ്യമന്ത്രി കെ കരുണാകരനായിരുന്നു സ്തൂപത്തിന്റെ തറക്കല്ലിടൽ കർമ്മം നിർവഹിച്ചത്. ബേപ്പൂർ പുലിമുട്ട് നിർമ്മാണോദ്ഘാടനത്തോടനുബന്ധിച്ചായിരുന്നു സ്തൂപത്തിന്റെയും നിർമ്മാണം. ഇപ്പോൾ സ്തൂപത്തിന്റെ മുകൾ ഭാഗം വിണ്ടുകീറി അടർന്നു വീണിരിക്കുകയാണ്. ഇഷ്ടിക ഉപയോഗിച്ച് പണിത സ്തൂപത്തിന്റെ തകർച്ചയെപ്പറ്റി നിരവധി പരാതികൾ ഉയർന്നിട്ടും കോർപ്പറേഷൻ തിരിഞ്ഞു നോക്കുന്നില്ല എന്നാണ് നാട്ടുകാർ പറയുന്നത്. ജനങ്ങൾക്ക് ഭീഷണിയായിക്കൊണ്ട് നിൽക്കുന്ന ഒരു സ്തൂപമാണെന്ന് ഒരു സ്മാരകമായിട്ട് അവിടെ നിലനിന്ന് പോകുന്നത്. നമ്മൾ വർഷാവർഷങ്ങളിൽ സർക്കാരിനോടും ഇവിടുത്തെ കോർപ്പറേഷനോടായാലും നമ്മൾ ആവശ്യപ്പെടുന്നത് അതിൻ്റെ അറ്റകുറ്റപ്പണികൾ തീർത്തും കൊണ്ടിട്ട് ഒരു അപകടാവസ്ഥയിൽ നിന്ന് ഒരു മാറ്റം വരുത്തണം എന്നുള്ള ആവശ്യം നമ്മൾ പല പ്രാവശ്യം ആവശ്യപ്പെട്ടിട്ടും ഇന്ന് വരെ സർക്കാരോ അല്ലെങ്കിൽ കോർപ്പറേഷനോ അത് ഉൾക്കൊള്ളാനുള്ള മനസ്സ് കാണിക്കുന്നില്ല. സ്തൂപത്തിന് താഴെ സ്ഥാപിച്ചിട്ടുള്ള ഇരിപ്പിടങ്ങളിൽ നിരവധി ആളുകൾ സമയം ചിലവഴിക്കാറുണ്ട്. സ്തൂപം എത്രയും പെട്ടെന്ന് പുനർനിർമ്മിച്ചില്ലെങ്കിൽ അത് വലിയൊരു അപകടത്തിന് കാരണമാകുമെന്നും നാട്ടുകാർ മുന്നറിയിപ്പ് നൽകുന്നു. ആയിരക്കണക്കിന് ആളുകൾ ആ സ്തൂപത്തിന് ചുറ്റുവട്ടം കൂടി നിൽക്കുന്ന ഒരു അവസ്ഥയുണ്ട്. ആ ബെഞ്ചിൽ മുഴുവൻ ആളുകൾ ഇരിക്കുന്നതാണ്. അതിൻ്റെ മേലിൽ നിന്ന് ഇടിഞ്ഞു വീണ് കഴിഞ്ഞാലുള്ള അവസ്ഥ നമുക്ക് പിന്നീട് അത് പറഞ്ഞിട്ട് കാര്യമില്ല. ഇന്നേ അതിന് പരിഹരിക്കാനുള്ള ഒരു ശ്രമം അധികാരികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം. ബേപ്പൂരിലെ ചരിത്ര സ്തൂപത്തിന്റെ അപകടാവസ്ഥ തിരിച്ചറിയാനും അത് പരിഹരിക്കാനും സർക്കാർ വൈകരുത്. ജനം, കോഴിക്കോട്.